ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം കിഷ്കിന്ധാകാന്ഡത്തിലെ 40-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. വാനരാജാവായിരിക്കുന്ന സുഗ്രീവൻ വൈരനാശകനായിരിക്കുന്ന രാമനോട് പറയുകയാണ്: ആഗതാ വിനിവിഷ്ടാശ്ചബലിന കാമചാരിണ വാനരേന്ദ്ര മകേന്ദ്രാഭ വിഷയവാസിന. കാമചാരികളും ശക്തിശാലികളും മകേന്ദ്രതുല്യരുമാ എൻ്റെ നാട്ടിൽ പറക്കുന്നവരുമായിരിക്കുന്ന വാനരേന്ദ്രന്മാര് വന്നെത്തി നിൽക്കുന്നുണ്ട്. ദൈത്യദാനവ തുല്യരായിരിക്കുന്ന ഘോരവാനരന്മാര് പരാക്രമശാലികളും ഭീമവിക്രമന്മാരും ബലവാന്മാരുമായിരിക്കുന്ന കവികളോടൊത്ത് വന്നെത്തിയിരിക്കുന്നു. ഖ്യാതകർമാവധാനാശ ബലവന്തോ ജിതക്ലമാ. വിഖ്യാതമായിരിക്കുന്ന കർമാവധാനങ്ങൾ ഉള്ളവരും കരുത്തരും തളരാത്തവരും പരാക്രമങ്ങളിൽ പേരുകെട്ടവരും ഉത്സാഹത്തില് മികച്ചവരുമാണ് അവർ. കരയിലും വെള്ളത്തിലും സഞ്ചരിക്കുന്നവരും നാനാപർവ്വതവാസികളുമായിരിക്കുന്ന അസംഖ്യം കോടി വാനരന്മാര് അങ്ങയുടെ കിങ്കരന്മാരായിട്ട് ഇതാ വന്നു ചേർന്നിരിക്കുന്നു. സർവരും ചൊൽക്കീഴിൽ നിൽക്കുന്നവരും സർവരും സ്വാമി ഹൈതൈഷികളുമാണ്. അരിന്തമ, അങ്ങയുടെ അഭീഷ്ടം അനുഷ്ഠിക്കാനായിട്ട് പോന്നവരാണ് ഇവര്. ദാ വിക്രമികളായിരിക്കുന്ന അനേകം പടകളോടൊത്തവരാണ് ഇവരെല്ലാം. ഇനി വേണ്ടതെന്താണ് എന്ന് പറഞ്ഞു. അങ്ങയുടെ കീഴിലായിരിക്കുന്ന അങ്ങയുടെ സേനയോട് വേണ്ടത് ആജ്ഞാപിക്കാം. ഇവർ ചെയ്യേണ്ടതെന്ത് എന്ന് എനിക്ക് നന്നായി അറിയാം. എന്നാലും അങ്ങ് തന്നെ വേണ്ട പോലെ ആജ്ഞാപിക്കണം. ഇങ്ങനെ പറയുന്ന സുഗ്രീവന് ഇതി ബ്രുവാണം സുഗ്രീവൻ രാമോ ദശരഥാത്മജ ബാഹുഭ്യാം സംപരിഷ്ഠം വചനമബ്രവേദ. ഇരുകൈകൾ കൊണ്ടും പുടർന്നുകൊണ്ട് ദശരഥാത്മജനായിരിക്കുന്ന രാമൻ പറയുകയുണ്ടായി: എൻ്റെ വൈദേഹി ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണം. അല്ലയോ മഹാമതേ, രാവണൻ കുടികൊള്ളുന്ന നാട് ഏത് എന്നും അറിയണം. സീതയുടെയും രാവണന്റെയും നിവാസത്തെക്കുറിച്ച് അറിഞ്ഞ ശേഷം ഞാൻ അങ്ങയോടൊത്ത് പിന്നെ വേണ്ടത് ചെയ്തു കൊള്ളാം. വാനരേശ, ഞാൻ ഈ കാര്യത്തിൽ ശക്തനല്ല, ലക്ഷ്മണനും ശക്തനല്ല. ഇതിന്റെ കാരണവും കർത്താവും നീയാണ്. വിഭോ, എന്റെ കാര്യത്തിൽ തീരുമാനം നീ തന്നെ ആജ്ഞാപിച്ചാലും. എന്റെ കാര്യം നിനക്കറിയാം, സംശയമില്ല. നീ തോഴനും വിനീതനും വിക്രാന്തനും കാലഭേദം അറിയുന്നവനുമാണ്. കൃതാർത്ഥനും അർത്ഥശാസ്ത്രജ്ഞനും എന്റെ നന്മ ആഗ്രഹിക്കുന്നവനുമാണ് ഭവാൻ. ഇത് കേട്ട് വാനരേശ്വരനായിരിക്കുന്ന സുഗ്രീവൻ രാമന്റെയും ലക്ഷ്മണന്റെയും സാന്നിധ്യത്തില് ശൈലതുല്യനും മേഘനിർഘോഷനും ഊർജ്ജത്തിനുമായിരിക്കുന്ന വിനതൻ എന്ന യൂതപാലനോട് പറഞ്ഞു: കവിസത്തമാ, നീ സൂര്യചന്ദ്രന്മാരെ പോലെ തേജസ്വികളായിരിക്കുന്ന കവികളോടൊത്ത് ദേശകാലങ്ങൾ അനുസരിച്ച് കാര്യാകാര്യങ്ങൾ നിശ്ചയിച്ച് ശക്തിശാലികളായിരിക്കുന്ന 100,000 കേശരോടൊപ്പം കാടും മലയും നിറഞ്ഞ കിഴക്കേ ദിക്കിലേക്ക് പോകണം. അവിടെയുള്ള ഗിരികൂടങ്ങളിലും കാടുകളിലും പുഴകളിലും വൈദേഹിയായിരിക്കുന്ന സീതയെയും രാവണാവാസത്തെയും നിങ്ങൾ തേടണം. ഭാഗീരഥി നദി, സരയൂ നദി, കൗശികി, കാളിന്തി, യമുനാതീരത്തുള്ള പർവ്വതം, സരസ്വതി, സിന്ധു, മണിപോലെ മിന്നുന്ന ജലം നിറഞ്ഞ ശോണം, ശൈലകാലന ശോഭിതമായിരിക്കുന്ന മഹീ നദി, ബ്രഹ്മമാലം, വിദേഹം, മാളവം, കാശി, കോസലം, മാഗധം, വിപുലഗ്രാമം, പൊണ്ട്രം, വങ്കം, കോശകാരന്മാരുടെ നഗരം, രചിതാകാരമായിരിക്കുന്ന ഭൂമി എന്നിവിടങ്ങളിലെല്ലാം പോയി അതാതിടങ്ങളിലെല്ലാം നോക്കി തിരയണം. രാമസ്യ ദൈതാം ഭാര്യാം സീതാം ദശരഥ സ്നുഷാം. ആരന്മാരെ, നിങ്ങൾ രാമന്റെ ഭാര്യയും ദശരഥന്റെ സ്നുഷയുമായിരിക്കുന്ന സീതയെ സമുദ്രത്തിനുള്ളിലെ പർവ്വതങ്ങളിലും പത്തനങ്ങളിലും മന്ദരപർവ്വതത്തിന് നീണ്ട മേൽത്തട്ടിലും വസിക്കുന്നവര്, പുതപ്പോലെ വിസ്താരമുള്ള ചെവികളുള്ളവര്, ചുണ്ടുകൾ വരെ നീണ്ട ചെവികളുള്ളവര്, ഘോരന്മാരായിരിക്കുന്ന ഇരുമുഖമുള്ളവര്, വേഗതയേറിയ ഒറ്റക്കാലന്മാര്, അക്ഷയന്മാര്, കരുത്തന്മാര്, മനുഷ്യരെ തിന്നുന്നവര്, കിരാതന്മാര്, കർണചൂടന്മാര്, അഴകുള്ളവര്, പൊന്മേനിയുള്ളവര്, പച്ചമത്സ്യം തിന്നുന്നവര്, ദീപവാസികള്, കിരാതന്മാര്, വെള്ളത്തിൽ സഞ്ചരിക്കുന്നവര്, ഘോരന്മാര്, മനുഷ്യപ്പുലികൾ എന്ന് പേരുള്ളവര് എന്നിവരുടെ എല്ലാം പാർപ്പിടങ്ങളിൽ തിരയണം. നിങ്ങൾ ചാടിക്കടന്നും മലകളിലൂടെയും ചങ്ങാടങ്ങളിലേറിയും പോകാവുന്ന ദ്വീപുകളിലും സപ്തരാജ്യങ്ങളാൽ ശോഭിതമായിരിക്കുന്ന രക്തവത്തായിരിക്കുന്ന യവദ്വീപിലും സ്വർണ്ണഖനികളാൽ അലങ്കൃതമായിരിക്കുന്ന സുവർണ രൂപ്യക ദ്വീപുകളിലും യവദ്വീപിനപ്പുറത്തുള്ള ദേവദാനവ സേവിതവും ശൃംഗം കൊണ്ട് സ്വർഗത്തെത്തിടുന്നതുമായിരിക്കുന്ന ശിശിരപർവ്വതത്തിന്റെ ഗിരിദുർഗങ്ങളിലും ചോലകളിലും കാടുകളിലും എല്ലാവരും ഒത്തുചേർന്ന് യശസ്വിനിയായിരിക്കുന്ന ആ രാമപത്നിയെ തിരയണം. പിന്നെ കടൽക്കരയിലുള്ള രക്തജലത്തോടു കൂടിയതും ആഴവും ഒഴുക്കുമുള്ളതുമായ സത്യധാരണ സേവിതമായിരിക്കുന്ന ശോണത്തിൽ ചെന്ന്
അതിന്റെ കടവുകളിലും രമ്യങ്ങളിലും വിചിത്രങ്ങളുമായിരിക്കുന്ന വനങ്ങളിലും ഒക്കെ ചെന്ന് രാവണനെയും സീതയെയും തിരയണം. മലകളിൽ നിന്നൊഴുകുന്ന പുഴകളിലും ഭയജനകങ്ങളായിരിക്കുന്ന തീരവനങ്ങളിലും ഗുഹകളുള്ള പർവ്വതങ്ങളിലും വനങ്ങളിലും നിങ്ങൾ അന്വേഷിക്കണം. പിന്നീട് സുഭീമങ്ങളായിരിക്കുന്ന സമുദ്രദ്വീപുകളും കാറ്റടിച്ച് ആർത്തിരമ്പുന്ന അലകളേറിയ ആഴിയെയും കാണാം. അവിടെ വളരെ കാലമായി വിശന്നു വലഞ്ഞിരിക്കുന്ന കൂറ്റന്മാരായിരിക്കുന്ന അസുരന്മാര് ബ്രഹ്മാവിന്റെ സമ്മതത്തോടെ എന്നും നിഴലുകളിൽ പിടികൂടി വലിക്കുന്നു. കാളമേഘത്തിന് തുല്യവും കൂറ്റൻ പാമ്പുകളുള്ളതുമായിരിക്കുന്ന ഇരമ്പുന്ന ആ വൻകടലിൽ ഉപായം കൊണ്ട് ചെല്ലണം. അതിനുശേഷം രക്തജലമുള്ളതും ഭയങ്കരവുമായിരിക്കുന്ന ലോകിതം എന്ന സാഗരത്തിൽ ചെന്ന് പിന്നീട് ആ വലിയ പൂളമരം കാണണം. അവിടെ നാനാരത്ന വിഭൂഷിതവും കൈലാസം പോലെയുള്ളതും വിശ്വകർമാവ് നിർമ്മിച്ചതുമായിരിക്കുന്ന ഗരുഡന്റെ നികേതം കാണാവും. അവിടെയുള്ള ശൈലശൃംഗങ്ങളില് ശൈലതുല്യന്മാരും ഭയങ്കരന്മാരും നാനാരൂപന്മാരുമായിരിക്കുന്ന മന്ദേകന്മാരെന്നു പേരുള്ള രാക്ഷസന്മാര് തൂങ്ങിക്കിടക്കുന്നു. ആ രാക്ഷസന്മാർ ദിവസം തോറും സൂര്യദേവൻ ഉദിക്കുമ്പോൾ സൂര്യന്റെ ചൂട് തട്ടിയും ബ്രഹ്മദേശറ്റും വെള്ളത്തിലേക്ക് വീഴുന്നു, വീണ്ടും പൊങ്ങിത്തൂങ്ങുകയും ചെയ്യുന്നു. അനന്തരം ദുരദർശന്മാരായിരിക്കുന്ന നിങ്ങൾ വെൺമേഘം പോലെ വിളങ്ങുന്നതും തിരമാലകൾ കൊണ്ടും മുത്തുമാലകളും ചാർത്തിയതുമായിരിക്കുന്ന പാൽക്കടല് കാണും. സസ്യമത്യേ മഹാൻ ശ്വേതോ ഋഷഭോ നാമ പർവ്വത. അതിന്റെ നടുവില് വെണ്മയാർന്ന ഋഷഭം എന്ന മഹാപർവ്വതം പൂത്ത് ദിവ്യഗന്ധം പൂണ്ട കാടുകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നു. വന്നല്ലുകളോടുകൂടിയ തിളങ്ങുന്ന വെള്ളിത്താമരകളുള്ളതും രാജവംശങ്ങൾ നിറഞ്ഞതുമായിരിക്കുന്ന സുദർശനം എന്ന സരസ്സും അവിടെയുണ്ട്. ദേവന്മാരും ചാരണന്മാരും യക്ഷന്മാരും കിന്നരന്മാരും അപ്സരസുകളും സസന്തോഷം ലഭിക്കുവാനായിട്ട് താമരപ്പൊയ്കയിലേക്ക് എത്തും. ക്ഷീരോദം സമതിക്രമ്യ തഥാ രക്ഷിത വാനരാഹ. ഭടന്മാരെ, ആ പാൽക്കടൽ കടന്നാല് സർവഭൂത ഭയാവകവും ജലോദവുമായിരിക്കുന്ന സമുദ്രം കാണാം. അവിടെയാണ് കോപത്തിൽ നിന്നുണ്ടായതും അശ്വമുഖം ഉള്ളതുമായിരിക്കുന്ന ആ മഹത്തായ തേജസ് ഉള്ളത്. അതിന് ചരാചരങ്ങൾ അടങ്ങിയ മഹാവേഗമാർന്ന ജലം മുഴുവൻ ആഹാരമായി തീരുന്നു. ആശ്ചര്യം. അവിടെ വിടവാമുഖമുള്ള അത് കണ്ട് സമുദ്രവാസികളായിരിക്കുന്ന ജന്തുക്കൾ കെൽപ്പില്ലാതെ കേഴുന്ന ശബ്ദവും കേൾക്കാം. നീരാഴിയുടെ വടക്കേക്കരയിലായി 13 യോജന വിസ്താരമുള്ള ജാതരൂപശിലയെന്ന പൊന്നുളി പരത്തുന്ന പർവ്വതമുണ്ട്. കാരണന്മാരെയും അവിടെ പർവ്വതാഗ്രത്തിലും ഏവുന്നവനും സർവദേവ നമസ്കൃതനും പത്മപത്ര വിശാലാക്ഷനും ചന്ദ്രതുല്യനും ഊഴിയെ താങ്ങുന്നവനുമായിരിക്കുന്ന ഒരു മഹാസർപ്പത്തെ കാണാനായിട്ട് കഴിയും. സഹസ്രശിരസം ദേവം അനന്തം നീലവാസസ്സും. 1000 തലയുള്ളവനും ദേവനുമായിരിക്കുന്ന ആ അനന്തൻ നീലവസ്ത്രം ധരിച്ചുള്ളവനാണ്. ആ മാമലയുടെ മുകളില് ആ മഹാത്മാവിന്റെ 3 തലയുള്ളതും തറയുള്ളതും പൊന്മയവും ധ്വജരൂപവുമായിരിക്കുന്ന താലം വിരാജിക്കുന്നു. അതിനപ്പുറത്ത് അമരേശ്വരന്മാർ നിർമ്മിച്ചു വെച്ചതും സ്വർണ്ണമയവുമായിരിക്കുന്ന ശ്രീമത്തായിരിക്കുന്ന ഉദയപർവ്വതം പൂർവ്വദിക്കിലുണ്ട്. അതിന്റെ 100 യോജന നീളമുള്ള ദിവ്യമായിരിക്കുന്ന മുകൾ ഭാഗം ആകാശത്തെ തൊട്ട് നിൽക്കുന്നു. കിരൺമയമായിരിക്കുന്ന വേദികയോടൊത്ത് വിളങ്ങുന്നു. പനകളും പൈനുകളും പച്ചിലമരങ്ങളും പൂത്ത കൊന്നകളും കൊണ്ട് സ്വർണ്ണമയമായും ദിവ്യമായും സൂര്യാഭമായും അവിടം ശോഭിക്കുന്നു. 1 യോജന വിസ്താരവും 10 യോജന പൊക്കവുമുള്ള ഹിരൺമയവും ശാശ്വതവുമായ സൗമനസം എന്ന് പറയുന്ന ഒരു ശൃംഗം അവിടെയുണ്ട്. പണ്ട് പുരുഷോത്തമനായ വിഷ്ണു 3 അടി വെച്ചപ്പോൾ ആദ്യത്തെ അടി അവിടെ വെച്ച് രണ്ടാമത്തെ അടി മേരുശൃംഗത്തിലും വെച്ചു. ജംബുദ്വീപിന്റെ വടക്കു ഭാഗത്തുകൂടി പരിക്രമണം ചെയ്യുന്ന ദിവാകരൻ ഈ മഹാതുംഗ ശൃംഗത്തിൽ പ്രവേശിക്കുമ്പോഴാണ് കാണപ്പെടാറാകുന്നത്. അവിടെ സൂര്യവർണ്ണന്മാരും തപസ്സുകളുമായിരിക്കുന്ന വൈകാനസന്മാരും മുനീന്ദ്രന്മാരായിരിക്കുന്ന ബാലകില്യന്മാരും വിളങ്ങുന്നത് കാണപ്പെടുന്നു. അതിന്റെ മുൻപിൽ പ്രശോഭിക്കുന്ന സുദർശന ദ്വീപില് സർവപ്രാണികളുടെയും തേജസ്സും നേത്രവും പ്രകാശിക്കുന്നു. ആ ശൈലത്തിന്റെ ശൃംഗങ്ങളിലും ഗുഹകളിലും വനങ്ങളിലും അവിടെ ഇവിടെയായി വൈദേഹിയോടുകൂടിയ രാവണനെ നിങ്ങൾ തിരയണം. ആ കാഞ്ചന ശൈലത്തിന്റെയും മഹാത്മാവായ കതിരവന്റെയും കാന്തി കളരുമ്പോഴാണ് പൂർവ്വസന്ധ്യയ്ക്ക് ചെന്നിറം കൈവരുന്നത്. സൂര്യോദയസ്ഥാനമായതുകൊണ്ടും ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടും പൃഥ്വിയുടെയും ഭുവനത്തിന്റെയും ദ്വാരമായതിനെ പൂർവ്വദിക്ക് എന്ന് വിളിക്കുന്നു. ആ ശൈലത്തിന്റെ മുകളിലും ഗുഹകളിലും ചോലകളിലും ഓരോ സ്ഥലത്തും രാവണനെയും സീതയെയും നിങ്ങൾ തിരയണം. അതിനപ്പുറമുള്ള കിഴക്കേ ദിക്ക് സൂര്യനും ചന്ദ്രനും ഇല്ലാത്തതും അദൃശ്യവും തമസാവൃതവും ദേവന്മാർ മാത്രം വാഴുന്നതും അഗമ്യവുമാണ്. ശൈലേഷു ദേശു സർവേഷു കന്ധരേഷു നദീഷു ച. ശലങ്ങളിലും അവയിലുള്ള ഗുഹകളിലും പുഴകളിലും പിന്നെ ഞാൻ പറയാതെ പോയ പ്രദേശങ്ങളിലും നിങ്ങൾ സീതയെ അന്വേഷിക്കണം. സഹോദരന്മാരെ, കവികൾക്ക് ഇത്ര മാത്രമേ പോകാനാവൂ. അതിനപ്പുറമുള്ള സൂര്യനില്ലാത്തതും അതിരുകളില്ലാത്തതുമായിരിക്കുന്ന ലോകത്തെക്കുറിച്ച് നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഉദയപർവ്വതം വരെ പോയി രാവണന്റെ നിവാസത്തെയും വൈദേഹിയെയും കുറിച്ചറിഞ്ഞ്
1 മാസം തികയുമ്പോൾ തിരിച്ച് വരണം. 1 മാസത്തിലേറെ വൈകരുത്, വൈകുന്നവർ വധിക്കപ്പെടും. നിങ്ങൾ സീതയെ കണ്ട് സിദ്ധാർത്ഥന്മാരായിട്ട് മടങ്ങിയെത്തുക. മഹേന്ദ്രകാന്താം മനുഷണ്ഡ പണ്ഡിതാം ദിശം ചരിത്വാ നിപുണേന വാനരാ അവാപ്യ സീതാം രഘുവംശജപ്രിയാം തതോ നിവൃത്താ സുഖിനോ ഭവിഷ്യത. വാനരന്മാരെ, നിങ്ങൾ വാനക്കൂട്ടങ്ങൾ കൊണ്ട് അലങ്കൃതവും മഹേന്ദ്രപ്രിയവുമായിരിക്കുന്ന ദിക്കിൽ സമർത്ഥമായി സഞ്ചരിച്ച് രഘുവംശജപ്രിയായ സീതയെ കണ്ടെത്തി തിരിച്ചു വന്ന് സുഖികളായിട്ട് തീരുക. അപ്പോൾ ഇങ്ങനെ ആ സുഗ്രീവൻ വാനരന്മാർക്ക് നൽകുന്ന നിർദ്ദേശത്തെ പറ്റിയിട്ടാണ്, സീതാന്വേഷണത്തിന് വേണ്ടുന്ന നിർദ്ദേശം നൽകുന്നതിനെ പറ്റിയിട്ടാണ് ഈ സർഗത്തിൽ പ്രതിപാദിച്ചത്. എല്ലാവർക്കും രാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമ പാദാരവിന്ദാർപ്പണമസ്തു.